8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ചാപ്റ്റർ 7 റേഷ്യോസ് അല്ലെങ്കിൽ അംശബന്ധം. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് റേഷ്യോസ് എന്താണെന്ന് അറിയണം. അതായത് ഇപ്പോൾ 1:3 എന്നൊരു റേഷ്യോ, അതായത് ഇവിടെ ഒരളവ് 1 ആയിരിക്കുമ്പോൾ ഇവിടുത്തെ അളവ് 3. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അരി ഉഴുന്ന് എടുക്കുന്നു. അപ്പോൾ അരിയുടെ അളവ്, നമ്മളെടുക്കുന്ന അളവ് പാത്രത്തിൽ ഒരു പാത്രം ഉഴുന്ന് നമ്മളെടുത്താൽ 3 പാത്രം അരി എടുക്കണം. ഇനി ഇത് തന്നെ ഇരട്ടി മാവുണ്ടാക്കണമെങ്കിൽ ഈ 1ൻ്റെ 2 മടങ്ങ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. 1ൻ്റെ 2 മടങ്ങ്. അപ്പോൾ നമ്മൾ ഈ 3ൻ്റെയും 2 മടങ്ങ് എടുക്കണം. 2:6. ഇനി 1ൻ്റെ പകുതി മതിയെങ്കിലോ? 1ൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ അരക്കപ്പാണ് ഉഴുന്നെടുക്കുന്നതെങ്കിൽ അരി എത്ര എടുക്കണം? 1.5 കപ്പ് എടുക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു, AP അല്ലെങ്കിൽ AB. ഈ ലൈനിനെ നമ്മൾ 6 തുല്യ ഭാഗങ്ങളാക്കുന്നു എന്ന് വിചാരിക്കുക. 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6 തുല്യ ഭാഗങ്ങൾ ഇവിടെ കിട്ടി. ഇനി ഇവിടെ 1, 2, ഈ 2ൻ്റെ ഇവിടെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തുന്നു. ഇവിടെ AP:BP എത്രയായിരിക്കും? ഇവിടെ 2 തുല്യ ഭാഗങ്ങൾ, 1, 2, 3, 4 തുല്യ ഭാഗങ്ങൾ. AP:BP എന്ന് പറയുന്നത് 2:4 ഇവിടെ. ഇനി ഈ AB ടോട്ടൽ AB എത്രയുണ്ട്? ടോട്ടൽ AB എന്ന് പറയുന്നത് 6 ഈ ABയുടെ എത്ര ഭാഗമാണ് AP? ABയുടെ AB എന്ന് പറയുന്നത് 6. ABയുടെ 6ൽ 2 ഭാഗമാണ് AP. അതുപോലെ തന്നെ ABയുടെ 6ൽ 4 ഭാഗമാണ് BP. അതുപോലെ APയും BPയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ നമ്മൾ APയും ABയും തമ്മിലുള്ള ബന്ധം പറഞ്ഞു, BPയും AB ടോട്ടലും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. ഇനി APയും BPയും തമ്മിലുള്ള ബന്ധം എന്താണ്? APയും BPയും തമ്മിൽ, അതായത് AP2 APയുടെ എത്ര മടങ്ങാണ്? APയേക്കാൾ കൂടുതലാണല്ലോ BP. APയുടെ എത്ര മടങ്ങാണ്? ഒരു ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 50 പെൺകുട്ടികളും ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ബോയ്സിൻ്റെ എണ്ണം 30, ഗേൾസിൻ്റെ എണ്ണം 50. അവർ തമ്മിലുള്ള അംശബന്ധം 30:50. രണ്ടിനെ നമുക്ക് ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് 3:5 എന്ന് വരുന്നു. അപ്പോൾ നിങ്ങളോട് ടീച്ചർ പറയുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 3:5 ആണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്ലാസ്സിൽ 3 ആൺകുട്ടികളെ ഉള്ളൂ, 5 പെൺകുട്ടികളെ ഉള്ളൂ എന്നല്ല. മൊത്തം അതായത് 3, ഇപ്പോൾ ഇവിടെ 3 × 10 30 ഒരേ സംഖ്യ കൊണ്ട് 2നെയും ഗുണിച്ച് 3 × 10 30, 5 × 10 50. അതായത് ഒരു അംശബന്ധം എന്നാൽ അത്രയുമേ ഉള്ളൂ എന്ന് അർത്ഥമാക്കരുത്. 3:5 എന്ന് പറഞ്ഞാൽ 3 ആൺകുട്ടികളും 5 പെൺകുട്ടികളെ ഉള്ളൂ എന്നല്ല. 3ൻ്റെ ഏതെങ്കിലും ഗുണിതം, ഏതെങ്കിലും മൾട്ടിപ്പിൾ, അതായത് 3x 5x, ആ x എത്രയാണെന്ന് അറിയണം. ഇപ്പോൾ ഇവിടെ x 10 3 × x 3 × 10, 3x 5 × 10 50, 3 × 10 30, 5 × 10 50. അതായത് 2 അളവുകൾ തമ്മിലുള്ള അംശബന്ധം A:B എന്ന് പറഞ്ഞാൽ AX BX എന്ന 2 അളവുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ആകുന്ന x എന്ന ഒരളവ് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. 2 അളവുകൾ തമ്മിലുള്ള അംശബന്ധം A:B ആണെങ്കിൽ ആദ്യത്തെ അളവ് AXഉം രണ്ടാമത്തെ അളവ് BXഉം ആകുന്ന x എന്നൊരു അളവുണ്ട്. 138 ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സമബഹുഭുജത്തിൻ്റെ അകക്കോണിൻ്റെയും പുറക്കോണിൻ്റെയും അളവുകൾ തമ്മിലുള്ള അംശബന്ധം 7:2. ഓരോ കോണും എത്രയാണ്? ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്?
ഇൻ എ റെഗുലർ പോളിഗൺ ദ റേഷ്യോ ഓഫ് ദി ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾ ഈസ് 7:2. വാട്ട് ഈസ് ഈച്ച് ആംഗിൾ? ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ? അതായത് പോളിഗൺ എന്ന് പറയുമ്പോൾ ത്രികോണം മുതലുള്ളത് 3 വശം 4 വശം 5 വശമുള്ള എല്ലാം പോളിഗണാണ്. അതായത് അത് തന്നെ സമബഹുഭുജം എന്ന് പറയുമ്പോൾ എല്ലാ വശവും തുല്യമായ ത്രികോണം, എല്ലാ വശവും തുല്യമായ 4 വശമുള്ള ചതുർഭുജം, അങ്ങനെ അത് എല്ലാ വശങ്ങളും തുല്യം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അകക്കോണിൻ്റെയും പുറക്കോണിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം 7:2 അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഒരു ട്രയാങ്കിൾ എടുത്താൽ ഈ ട്രയാങ്കിളിൻ്റെ പുറംകോൺ അതായത് ഔട്ടർ ആംഗിൾ ഇത് ഇന്നർ ആംഗിൾ, അകക്കോണും പുറംകോണും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അത് ഏത് ബഹുഭുജത്തിലും അല്ലെങ്കിൽ ഏത് പോളിഗണിലും ഇക്കാര്യം ശരിയാണ്. അപ്പോൾ നമുക്കിവിടെ ഇവ തമ്മിലുള്ള അംശബന്ധം 7:2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും, അപ്പോൾ ഇന്നർ ആംഗിളിൻ്റെ റേഷ്യോ ആണ് ആദ്യത്തേത്, ഔട്ടർ ആംഗിളിൻ്റെ റേഷ്യോ രണ്ടാമത്തെ. 2 എന്ന് പറയുന്നത് ഔട്ടർ ആംഗിളിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു A:B എന്ന അംശബന്ധം. അപ്പോൾ AX BX എന്ന അളവുകൾ വരുന്ന ഒരു എക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നർ ആംഗിൾ 7x എന്നും ഔട്ടർ ആംഗിൾ 2x എന്നും എടുക്കാം. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180. എഴുതാം. അകക്കോൺ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ സമം 7x, പുറംകോൺ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ സമം 2x. സം ഓഫ് ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ, അതായത് ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ അകക്കോൺ പ്ലസ് പുറംകോൺ 180 ഡിഗ്രി. 7x പ്ലസ് 2x 180 ഡിഗ്രി. 9x 180 ഡിഗ്രി. അതായത് എക്സിൻ്റെ വാല്യൂ 180/9 ഈസ് ഈക്വൽ ടു 20. അകക്കോൺ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ എന്ത് വരും? 7x, എക്സിൻ്റെ സ്ഥാനത്ത് 20. 7 × 20 140 ഡിഗ്രി. ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറംകോൺ 2x 2 × 20 സമം 40 ഡിഗ്രി. ഏതൊരു ബഹുഭുജത്തിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സം അല്ലെങ്കിൽ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി. അത് ത്രികോണമായാലും ചതുർഭുജമായാലും പഞ്ചഭുജമായാലും എത്ര വശങ്ങളുള്ളതായാലും അതിൻ്റെ പുറംകോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. ഇവിടെ ഇത് സമബഹുഭുജമാണ്, അതായത് റെഗുലർ പോളിഗണാണ്. അതുകൊണ്ട് ഓരോ കോണും എല്ലാ കോണും 40 ഡിഗ്രി ആയിരിക്കും. അപ്പം മൊത്തം 360 തുക. ഓരോ കോണും 40 ഡിഗ്രി ആണെങ്കിൽ എത്ര വശങ്ങളുണ്ടെന്നറിയാനായിട്ട് ആകെ അളവുകളുടെ തുകയെ ഒരു കോണിൻ്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 360നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈഡ്സിൻ്റെ എണ്ണം കിട്ടുന്നു. നമ്പർ ഓഫ് സൈഡ്സ് 9 എന്ന് കിട്ടുന്നു.